ഹായ്, ഐ എം ഡോക്ടർ അഭിരാമി. ഐ എം ഫ്രം ഇടുക്കി. ഞാൻ ഇവിടുത്തെ 2019 ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ എൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് ഇവിടെ എഡ്യൂക്കേറ്റ് ഡെൻ്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. ക്യാമ്പസ് ലൈഫ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട്സിനെയാണ് ഓർമ്മ വരുന്നത്. ഫ്രണ്ട്സിനായിട്ടുള്ള എല്ലാ മൊമെൻറ്റ്സും, അത് ക്ലാസ് റൂം, പിന്നെ ക്ലിനിക്സ്, പേഷ്യൻറ്റിനെ തപ്പിയിട്ടുള്ള ഓട്ടം, പിന്നെ പ്രീ ക്ലിനിക്കൽ വർക്ക് സബ്മിഷൻ, പിന്നെ ലൈബ്രറി, ക്യാൻറ്റീൻ, പിന്നെ പണ്ട് ഇവിടെ ഒരു വാഗമരം ഉണ്ടായിരുന്നു. അപ്പോൾ വാഗമരത്തിൻ്റെ അടിയിൽ ഇരുന്ന് ചില്ല് ചെയ്യുന്നതായിരുന്നു. കുറേയൊക്കെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ആയിരിക്കും ഞങ്ങൾ കുറേ നേരം. ക്യാമ്പസിൽ അങ്ങനെ റാഗിങ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യം വന്നപ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നു, സീനിയേഴ്സ് എങ്ങനെയായിരിക്കും, റാഗിങ് ഉണ്ടാകുമോ എന്നൊക്കെ. പിന്നെ ഫ്രണ്ട്സായി സീനിയേഴ്സിനായിട്ട്. ഇപ്പോൾ വർക്ക് സബ്മിഷൻസിൻ്റെ കേസാണെങ്കിലും, പിന്നെ കേസിൽ എന്തെങ്കിലും ഡൗട്ടാണെങ്കിലും, അതേപോലെ എക്സാംസിൻ്റെ ടൈമിലാണെങ്കിലും സീനിയേഴ്സ് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രണ്ട്സാണ് സീനിയേഴ്സ്. ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും അപ്രോച്ചബിൾ ആണ്, ഫ്രണ്ട്ലി ആണ്, പിന്നെ അതേപോലെ നല്ല സപ്പോർട്ടീവാണ്. എൻ്റെ പാർട്ട് 1 ടൈമിൽ ഞങ്ങളെ എക്സാമിൻ്റെ ടൈമിൽ PhD എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ ബാച്ചിന് മൊത്തമായിട്ട് അരുൺ സാറ് ഇങ്ങനെ ഈവനിങ് ക്ലാസ് എടുത്തു തരുമായിരുന്നു. സോ അതേപോലെ തന്നെ എല്ലാ ഫാക്കൽറ്റീസും ഇതേപോലെ സപ്പോർട്ടീവാണ്. നമുക്ക് എപ്പോൾ വേണേലും എന്ത് ഡൗട്ട്സ് വേണേലും അവർ പറഞ്ഞു തരും. പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ആദ്യമൊക്കെ ഫസ്റ്റ് ഇയറിലൊന്നും ഒരു പരിപാടിക്ക് കയറിയിട്ടില്ല. ആദ്യം ഒരു ഷൈ, പിന്നെ പേടി, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പരിപാടി വരുമ്പോൾ ഒന്ന് കയറിയാലോ, അങ്ങനെ കയറി. പിന്നീടുള്ള എല്ലാ പരിപാടികൾക്കും ഓൾമോസ്റ്റ് കയറാറുണ്ട്. പ്രത്യേകിച്ച് ഡാൻസ് ആകുമ്പോൾ എന്തായാലും കയറുമായിരുന്നു. ഇതേപോലെ ഷൈ ആയിട്ട് ആക്റ്റീവ് അല്ലാത്ത ആരെങ്കിലും ഇവിടെ കോളേജിൽ വരുവാണെങ്കിൽ ഇവിടുത്തെ പരിപാടികളിലൊക്കെ കയറി അവസാനം ആക്റ്റീവായിട്ട് തന്നെ ഇറങ്ങി. ഞാൻ 2019 വന്നപ്പോൾ ഇവിടെ കോളേജ് ഒരു നോർമൽ കോളേജിൻ്റെ ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഓരോ ഇയറും അതിൻ്റെതായ ഇംപ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസും ലാബ്സും ഫെസിലിറ്റീസും ഒക്കെയാണ്. അതുതന്നെ നമ്മുടെ അക്കാഡമിക്കലിയും നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. ലൈബ്രറി ആണെങ്കിലും സെപ്പറേറ്റ് ഒരു ബിൽഡിങ്. മൊത്തത്തിൽ ഒരു 2019 വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 25 നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ്. മോസ്റ്റ് മെമ്മറബിൾ ഡേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഓഫ് ക്ലാസ് September 20th ആയിരുന്നു. പിന്നെ ഗ്രാജുവേഷൻ ഡേ അന്നും September 20th ആയിരുന്നു. ഇത് രണ്ടും എനിക്ക് മോസ്റ്റ് മെമ്മറബിൾ ഡേയ്സ് ആണ്, കാരണം അന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. പിന്നെ ഇതല്ലാതെ കോളേജിൽ ക്ലിനിക്കിൽ ആദ്യമായിട്ട് കയറിയത്, അത് ഭയങ്കര മെമ്മറബിളാണ്. ഞങ്ങളുടെ ഫസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയുന്ന സർജറിയിലായിരുന്നു. അപ്പോൾ പല്ല് പറിക്കാൻ ആ ഒരു ഇതിലാണല്ലോ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് മോസ്റ്റ് മെമ്മറബിൾ ഡേ ആയിരുന്നു. +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ BDS ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് എഡ്യൂക്കേറ്റ് സജസ്റ്റ് ചെയ്യും. കാരണം ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും പോരാത്തതിന് ബാക്കിയുള്ള സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, സപ്പോർട്ടീവാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഇൻറ്റേൺഷിപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും നല്ല പേഷ്യൻ്റ് എക്സ്പോഷർ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സോ നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ വർക്കും പഠിക്കും. സോ എഡ്യൂക്കേറിലാവുമ്പോൾ അക്കാഡമിക്കലിയും ക്ലിനിക്കലിയും നമുക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. I would rate 9 on 10.